ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി സ്പ്രിങ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഷോർട്ട് നോട്ടിൻ്റെ ബാക്കിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് നോക്കാം. അതായത് പുറത്തു നിന്ന് ഒരു വസ്തു എങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതെന്ന്. ആദ്യം നമ്മൾ അമീബന്റെ കേസാണ് നോക്കുന്നത്. അമീബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. എന്താണ് യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ? ഒരു സിംഗിൾ സെൽ, ഒരൊറ്റ സെല്ല് മാത്രം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് എന്തെന്ന് പറയുന്നത്? അമീബ എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് ആദ്യം ഈ സെൽ മെംബ്രെയിലെത്തും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് ആദ്യം സെൽ മെംബ്രെയിലെത്തും. ഈ അമീബന്റെ സെൽ മെംബ്രെയിലെത്തും. സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിന്റെ പുറത്ത് കാണുന്ന മെംബ്രെയിൻ, ഏറ്റവും പുറത്ത് കാണുന്ന മെംബ്രെയിൻ ആണ്, ഒരു ഔട്ട്ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതെന്താക്കും? ഉള്ളിലെ സൈറ്റോപ്ലാസത്തിലെത്തും. അതായത് സെല്ലിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ് സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിലാണ് ന്യൂക്ലിയസും ബാക്കി എല്ലാ ഓർഗനൽസും ഉള്ളത്. അപ്പൊ ഈ രീതിയിലാണ് അമീബയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ആനിമലിന്റെ കേസാണ്. അതായത് അമീബ പോലെയല്ല ആനിമൽ. ഈ ആനിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. നമ്മൾ പറഞ്ഞ അമീബ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെൽ, ഒറ്റ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ആനിമൽ എന്ന് പറഞ്ഞാൽ കുറേ സെല്ലുകൾ കൊണ്ട്, മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി സെൽ, കുറേ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ആനിമലിന്റെ കേസിൽ എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് അതിൻ്റെ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത് നോക്കാം. ആദ്യം ആ ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് അണ്ടർഗോ സെർട്ടൻ ചേഞ്ചസ്, കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അതിനുശേഷം അത് എവിടെത്തും? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെത്തും. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്? ഈ സെല്ലുകളുടെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ലൈറ്റ് പിങ്ക് കളറിൽ ആ ആരോ മാർക്കിൽ മാർക്ക് ചെയ്തതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇനി അവിടെ എത്തിയാൽ പിന്നെ അത് എവിടെത്തും? സെൽ മെംബ്രെയിനിലെത്തും. അതായത് സെല്ലിന്റെ ഔട്ടർ മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൽ മെംബ്രെയിനിലെത്തും. പിന്നെ അത് എവിടെത്തും? സെല്ലിന്റെ ഉള്ളിലെ സൈറ്റോപ്ലാസത്തിലെത്തും. ഇവിടെ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് ആയിട്ട് ഒരു ബോയിനെ എടുക്കുകയാണ്. ആ ബോയ്ക്ക് അയാളുടെ വീട്ടിലെ റൂമിലെത്തണം. അവൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുകയാണ്. ഇനി ആ വീട്ടിലെത്തിയ പിന്നെ എന്ത് ചെയ്യണം? അവൻ്റെ റൂമിൻ്റെ വാതിലിലെത്തണം. ആ വാതിൽ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആയിട്ട് എടുക്കാം. ഇനി എന്താക്കണം? ആ വാതിൽ കഴിഞ്ഞാൽ അവൻ്റെ റൂമിലെത്താം, അല്ലേ? ആ റൂം എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസം ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആനിമലിൻ്റെ കേസിൽ ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് അതിൻ്റെ സൈറ്റോപ്ലാസം വരെ എത്തുന്നത്. ഇനി നമുക്ക് പ്ലാന്റിൻ്റെ കേസിൽ നോക്കാം. ഇവിടെ പ്ലാന്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അതായത് മെനി സെല്ല് കൊണ്ട്, കുറേ സെല്ല് കൊണ്ടാണ് അതിൻ്റെ ബോഡിയും ഉണ്ടാക്കിയത്. സബ്സ്റ്റൻസസ് എൻറ്റേഴ്സ് ഫ്രം എക്സ്റ്റീരിയർ ഇൻ ടു സൈറ്റോപ്ലാസം ഇൻ വേരിയസ് വേസ്. അതായത് അമീബ പോലെയോ ആനിമൽ പോലെയോ അല്ല ഈ പ്ലാന്റിന്റെ കേസ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റിൽ പല രീതിയിലും ഒരു പുറത്ത് നിന്ന് ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസിന് അതിൻ്റെ സൈറ്റോപ്ലാസം വരെ എത്താം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ത്രൂ സെൽ വാൾ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. അപ്പോൾ എന്താണ് സെൽ വാൾ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽ മെംബ്രെയിൻ എന്താണ്. അതായത് ഈ സെല്ലിൻ്റെ ഔട്ടർ മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആ സെൽ മെംബ്രെയിൻ്റെയും പുറത്ത് കാണുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, അതായത് ഈ സെല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയറാണ് എന്തെന്ന് പറയുന്നത്? സെൽ വാൾ എന്ന് പറയുന്നത്. ഈ പ്ലാന്റിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് സെൽ വാൾ കാണാൻ പറ്റുള്ളൂ. ആനിമൽ സെല്ലിൽ എന്തില്ല? സെൽ വാൾ ഇല്ല. ഇവിടെ നമ്മൾ ഈ ഒരു പിക്ചറിൽ ഡാർക്ക് ഗ്രീൻ, കടും പച്ച കളറിൽ കാണുന്നതാണ് എന്ത്? സെൽ വാൾ എന്ന് പറയുന്നത്. അതിൻ്റെ താഴത്തുള്ള ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനിൽ കാണുന്ന സെൽ മെംബ്രെയിൻ ആണ്. അപ്പം ഒന്ന് ഈ എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് സെൽ വാൾ വഴിയും ഈ സെൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് വഴി, എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴിയും എങ്ങോട്ടെത്തും? ഈ സൈറ്റോപ്ലാസത്തിലെത്തും. രണ്ടാമത്തതാണ് ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. എന്താണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറഞ്ഞാൽ? മൈക്രോസ്കോപ്പിക് ചാനൽസ് ഇൻ സെൽ വാൾ എനാബിൾസ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ആൻഡ് സെൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ സെൽ വാൾ എന്താന്ന് പറഞ്ഞു. ആ സെൽ വാളിൽ കാണുന്ന ചെറിയ ചെറിയ ഒരു ഹോൾസ് അല്ലെങ്കിൽ ചാനൽസ് എന്ന് പറഞ്ഞതാണ് എന്ത്? പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. നമ്മളിവിടെ റെഡ് കളറിൽ റെഡ് റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം ചാനൽസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സബ്സ്റ്റൻസിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്.
അതേപോലെ ഈ പ്ലാസ്മോഡെസ്മാറ്റ വഴിയും ഒരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസിന് പ്ലാന്റ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ എത്താം. ഇവിടെ നമ്മൾ 1, 2 എന്ന് കൊടുത്ത് കാണാം അല്ലേ. ആ 1 എന്ന് കൊടുത്തത് ഒരു സെല്ലാണ്, 2 എന്ന് കൊടുത്തത് വേറൊരു സെല്ലാണ്. അപ്പൊ ആ 2 സെല്ലിന്റെ ഇടയിൽ ഗ്രീൻ കളറിൽ നമ്മൾ റൗണ്ടിൽ മാർക്ക് ചെയ്തതാണ് എന്ത്, പ്ലാസ്മോഡെസ്മാറ്റ. അപ്പൊ ആ സെല്ലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോളിക്യൂൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ആരെ ഹെൽപ്പ് ചെയ്യും, പ്ലാസ്മോഡെസ്മാറ്റ ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, സെൽ മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫിഗറിൽ ഈ ഗ്രീൻ കളറിൽ പുറത്ത് കാണുന്നത് എന്താണ്, സൈറ്റോപ്ലാസം ആണ്. അതും കഴിഞ്ഞിട്ട് കാണുന്ന ലൈറ്റ് ബ്ലൂ കളറുള്ള ഔട്ട്ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്, സെൽ മെംബ്രെയിൻ. നമ്മളിവിടെ ഒരു റെഡ് ആരോ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, ഇന്റേണൽ എൻവിയോൺമെന്റ്. അപ്പോൾ എന്താണ് ഇന്റേണൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ, വളരാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഡെവലപ്മെന്റ് ചെയ്യാനും പുറത്തുള്ള കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഉള്ളിലുള്ള ഇന്റേണൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് പുറത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ലൈറ്റ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്ത് നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയാൽ നമുക്ക് എന്താക്കാൻ പറ്റൂല, ജീവിക്കാൻ പറ്റൂല. അപ്പൊ അത് എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് ആണ്. അപ്പൊ ഇന്റേണൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മളെ സ്വാധീനിക്കുന്നത്, അതായത് അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് ഇന്റേണൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ എൻവിയോൺമെന്റ് നമ്മൾ ആനിമലിന്റെ കേസിലും പ്ലാന്റിന്റെ കേസിലും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആനിമൽസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്താണെന്ന് അല്ലേ. അപ്പോൾ സെല്ലുകൾക്കിടയിൽ കാണുന്ന ആ ഒരു ഇതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആയിരിക്കും ആനിമൽസിന്റെ കേസിൽ ഇന്റേണൽ എൻവിയോൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സിന്റെ കേസിലോ സെൽ വാൾ ആൻഡ് ഇറ്റ്സ് കോമ്പണന്റ് എയർ സാക്സ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആക്ടേഴ്സ് ഇന്റേണൽ എൻവിയോൺമെന്റ്. അതായത് പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ ഇവിടെയും എന്തുണ്ട്, ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അതായത് സെല്ലുകൾക്കിടയിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞു പ്ലാന്റ് സെല്ലിന്റെ പ്രത്യേകതയാണ് സെൽ വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൽ വാളും ഇറ്റ്സ് കോമ്പണൻസ്, അപ്പോൾ എന്തെങ്കിലും സെൽ വാളിൽ എന്തെങ്കിലും അതിന്റെ കോമ്പണൻസ് ഉണ്ടാവും, അതും. അതേപോലെ എയർ സാക്ക് ബിറ്റ്വീൻ സെല്ലുകളുടെ ഇടയിൽ നമുക്ക് എയർ സാക്ക് കാണാൻ പറ്റും. അതായത് ഈ എയർ ഒക്കെ പിടിച്ചു നിർത്താനുള്ള അറകളാണ് എയർ സാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ എയർ സാക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് പ്ലാന്റിന്റെ കേസിൽ ഒരു ഇന്റേണൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹോമിയോസ്റ്റാസിസ് എന്താന്ന് പറയാം. കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ഇന്റേണൽ എൻവിയോൺമെന്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഇന്റേണൽ എൻവിയോൺമെന്റ് എന്താണെന്ന്. അതായത് ഒരു പ്ലാന്റിന്റെ കേസിലാണെങ്കിലും ആനിമലിന്റെ കേസിലാണെങ്കിലും ഇന്റേണൽ എൻവിയോൺമെന്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് കൂടുകയും ചെയ്യരുത് കുറയുകയും ചെയ്യരുത്, നടുവില് അത് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സാമ്പാറിൽ നമ്മൾ എന്തിടും, ഈ ചില്ലി പൗഡർ, മുളക് പൊടി ഇടും, ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ഇടും, അതേപോലെ ഉപ്പ് ഇടും. അപ്പോൾ ഇതൊക്കെ പാകത്തിന്, അതായത് കൂടിയും ചെയ്യരുത് കുറയുകയും ചെയ്യരുത്, ആ ഒരു പാകത്തിന് ഇട്ടാൽ മാത്രമേ എന്താവുള്ളൂ, ആ സാമ്പാറാവുള്ളൂ. അതേ രീതിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ സാമ്പാർ എന്ന് പറയുന്നത് ഇന്റേണൽ എൻവിയോൺമെന്റ് ആയിട്ട് കാണുക. അതിലിടുന്ന ഓരോ ചില്ലി പൗഡറും ടെർമറിക് പൗഡറും സാൾട്ടും ഒക്കെ എന്താണ്, അതിൻ്റെ കോമ്പോസിഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ഇന്റേണൽ എൻവിയോൺമെന്റിന്റെ കോമ്പോസിഷൻ കൂടിയും ചെയ്യരുത് കുറയും ചെയ്യാണ്ട് ആ ഒരു കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റഡി ബാലൻസ്, അതായത് കൂടുകയും ചെയ്യരുത് കുറയും ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്ക് ഹോമിയോസ്റ്റാസിസ് എന്ത് പറയാം, സെയിം സ്റ്റഡി ബാലൻസ് അല്ലേ. സെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സെയിം, അങ്ങോട്ടും പോകരുത് ഇങ്ങോട്ടും പോകരുത്, സെയിം ആയിട്ട് നിൽക്കണം അല്ലേ. സ്റ്റഡി അല്ലെങ്കിൽ ബാലൻസ് ആയിട്ട് നിൽക്കണം എന്ന് പറയാം അല്ലേ. കൂടുകയും ചെയ്യരുത് കുറയും ചെയ്യരുത് എന്നുള്ളത്. ഇറ്റ്സ് എഫക്ട് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിസം. മറ്റൊരു പോയിന്റ് ആണ് ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ എന്താക്കുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
എനി ചേഞ്ച് ഫ്രം ഹോമിയോസ്റ്റാസിസ് ലെഡ് ടു ലൈഫ് ത്രെട്ടനിങ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സാമ്പാറിലുള്ള ഏതെങ്കിലും ഒരു കോമ്പോസിഷൻ കൂടി പോവുക, അതായത് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തെറ്റിപ്പോയാൽ അതെന്താക്കും, ആ സാമ്പാർ കൊളാവും. അതേപോലെ തന്നെ ഹോമിയോസ്റ്റാസിന് എന്തെങ്കിലും മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ജീവന് തന്നെ ആപത്താകും. അപ്പം ഇതാണ് ഹോമിയോസ്റ്റാസിസിനെ കുറിച്ച് അറിയേണ്ട കാര്യം. ഇനി നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ എന്താണെന്ന് നോക്കാം. പ്ലാസ്മ മെംബ്രെയിൻ ഓൾസോ നോൺ ആസ് സെൽ മെംബ്രെയിൻ. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റിന്റെ കേസിലും ഒരു ആനിമൽ സെല്ലിന്റെ കേസിലും എന്തുണ്ടാവും, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. ആ പുറത്തുകൂടി കാണുന്ന മെംബ്രെയിനാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ദ മെംബ്രെയിൻ ദാറ്റ് സറൗണ്ട് ദ സൈറ്റോപ്ലാസം. അതായത് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ് പോലത്തെ സ്ഥലമാണ് എന്ത് പറയുന്നത്. അതായത് ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ഉള്ള സ്ഥലമാണ് എന്ത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ആ സൈറ്റോപ്ലാസത്തിലാണ് നമ്മളെ സെല്ലിലെ മൈറ്റോകോൺട്രിയയും ന്യൂക്ലിയസും ഗോൾഗി ബോഡീസ് അങ്ങനത്തെ കുറേ ഓർഗനൽസും ഒക്കെ ഉള്ളത് എവിടെയാണ്, ഈ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിന്റെ പുറത്തുകൂടി കാണുന്ന മെംബ്രെയിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ വിച്ച് അലോസ് ഓൺലി പാസേജ് ഓഫ് സർട്ടൻ മോളിക്യൂൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. അതായത് ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതായത് എന്താ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്, സെലക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടേ വിടും എന്ന് പറഞ്ഞാലും എല്ലാത്തിനെയും നമ്മൾ വിടുന്നില്ല, നമ്മൾ ചിലതിനെ സെലക്ട് ചെയ്തിട്ടേ വിടുന്നു അല്ലേ, അതാണ് അതിൻ്റെ ഒരു മീനിങ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഇപ്പോൾ മോളിക്യൂൾസ് ഒക്കെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും പോകാൻ പറ്റൂല, ചില ആളുകൾക്ക്, അതായത് ഇപ്പോൾ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അയൺസ്, മോളിക്യൂൾസ് ഒക്കെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് മാത്രമേ എന്താവുള്ളൂ, ഈ പ്ലാസ്മ മെംബ്രെയിൻ അങ്ങോട്ട് പെട്ടെന്ന് കടത്തുള്ളൂ. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കാരിയർ പ്രോട്ടീൻസ്, അതായത് അവരെ കൊണ്ടുപോകാൻ ആ പ്ലാസ്മ മെംബ്രെയിനിൽ ആരെങ്കിലും വേണ്ടി വരും. അതാണ് ഇത് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിന് ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണെന്നല്ലേ. അപ്പം അത് ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടി എന്തുണ്ട്, കുറേ മോളിക്യൂൾസും ഗ്യാസസും വാട്ടറും ഒക്കെ അങ്ങോട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കണം, എന്നാൽ മാത്രമേ സെല്ലിൻ്റെ ഫങ്ഷൻ എന്താവുള്ളൂ, നല്ലോണം നടക്കുള്ളൂ. അപ്പം ആ ഉള്ളോട്ട് കടക്കാനുള്ള വഴികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് റീച്ചസ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ, നോ എനർജി നീഡഡ്. അതായത് ഈ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം, ഇവിടെ മോളിക്യൂൾസ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചുള്ള സ്ഥലത്തേക്കാണ് പോവുക. ഇവിടെ നമ്മൾ പിക്ചറിൽ കാണാം, ഇവിടെ ആദ്യത്തേതിൽ കുറേ മുത്തുകളുണ്ട്, രണ്ടാമത്തേതിൽ കുറച്ച് മുത്തുകളേ ഉള്ളൂ. അപ്പോൾ ആ കുറേ മുത്തുകളുള്ളിടത്ത് നിന്ന് കുറച്ച് മുത്തുകളിലേക്ക് പെട്ടെന്ന് തന്നെ പോകുന്നതാണ് എന്ത്, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നോ എനർജി നീഡഡ്, അതായത് ഇതിന് എന്തില്ല, ഒരു എനർജിയും ആവശ്യമില്ല. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ലങ്സ്. നമ്മുടെ ലങ്സിൽ നടക്കുന്ന ഗ്യാസ് എക്സ്ചേഞ്ച്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകണം, അതേപോലെ ഓക്സിജൻ ഉള്ളിലോട്ട് വരണം. പുറത്തെന്താണ്, ഓക്സിജന്റെ അളവ് കൂടുതലാണ്, നമ്മുടെ ലങ്സിന്റെ ഉള്ളിലാണ് ഓക്സിജന്റെ അളവ് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ എന്താവും, ഈ പുറത്ത് കൂടിയ സ്ഥലത്ത് നിന്ന്, ഓക്സിജൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു എനർജിയും ഇല്ലാണ്ട് പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ നമ്മളെ ബോഡി കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ആ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് പോകണം, പുറത്തേക്ക് പോകണം. അതായത് ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കുറവുമാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് എങ്ങോട്ട് പോകും, പുറത്തേക്ക് പോകും. അടുത്തതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇവിടെ എന്താണ്, കൂടിയുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് ഇവിടെയും പോകുന്നത്. നോ എനർജി ഈസ് നീഡഡ്, എന്താണ്, എനർജി ഒന്നും ആവശ്യമില്ല അല്ലേ, സിമ്പിൾ ഡിഫ്യൂഷൻ പോലെ. പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രോട്ടീൻ ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. പക്ഷേ ഇവിടെ ആര് വേണം, ഒരു പ്രോട്ടീൻ, പ്ലാസ്മ മെംബ്രെയിനിലെ പ്രോട്ടീൻ വേണം. അതായത് ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടാങ്ക്, വാട്ടർ ടാങ്ക്, ആ വാട്ടർ ടാങ്കിൽ നിന്ന് ബക്കറ്റിലേക്ക് വെള്ളം പോകണം. അതായത് വാട്ടർ ടാങ്കിൽ എന്താണ്, വെള്ളം കൂടുതലാണ്, ബക്കറ്റിൽ കുറവാണ് അല്ലേ. അപ്പം നമ്മൾ അവിടെ ഒരു പൈപ്പ് വെച്ച് കൊടുത്തു. പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താക്കുക, പ്രോട്ടീനാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ആ പ്രോട്ടീൻ്റെ സഹായത്തോട് കൂടിയിട്ട് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇൻ ടു ദ സെൽ, നമ്മുടെ സെല്ലിലേക്ക് ഗ്ലൂക്കോസ് എടുക്കുന്ന രീതി ഇതേപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അടുത്ത നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറയാം.
ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ ആണ്. അതായത് കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതലുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എനർജി ഈസ് നീഡഡ്. ഇവിടെ എന്താണ്, മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ച് എനർജി വേണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. അതായത് പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു കാരിയർ പ്രോട്ടീന്റെ ഹെൽപ്പോട് കൂടി ഇത് നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു ടാങ്ക് ഉണ്ട്, പമ്പ് ഉണ്ട്, പൈപ്പ് ഉണ്ട്, അതേപോലെ ഒരു വെല്ല്, കിണറുണ്ട്. അപ്പൊ ഈ ടാങ്കിൽ നിന്ന് കിണറിലേക്ക് വെള്ളം കൊണ്ടുപോകണം. നമുക്കറിയാം ടാങ്കിൽ കിണറിനെ വെച്ച് നോക്കുന്നേരം വെള്ളം കുറവായിരിക്കും, ഈ കിണറിലായിരിക്കും വെള്ളം കൂടുതലായിരുന്നുള്ളത്. ഈ പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി എടുക്കുക, കാരിയർ പ്രോട്ടീൻ ആക്കി എടുക്കുക. ഈ മോട്ടർ എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി എടുക്കുക, എനർജി ആയിട്ട് എടുക്കുക. അതായത് ഈ ടാങ്കിൽ നിന്ന് കിണറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഒരു മോട്ടറൊക്കെ വേണം അല്ലെ. ആ മോട്ടർ വർക്ക് ചെയ്താലേ എന്താവുള്ളൂ, വെള്ളം ടാങ്കിൽ നിന്ന് കിണറ്റിലേക്ക് എത്തുള്ളൂ. ഏത് വഴി, പൈപ്പ് വഴി. അപ്പൊ ഈ ടാങ്ക് എന്ന് പറയുന്നത് ലോവർ കോൺസെൻട്രേഷനും, വെൽ എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷനും, പൈപ്പ് എന്ന് പറയുന്നത് കാരിയർ പ്രോട്ടീനും, ആ ഒരു മോട്ടർ എന്ന് പറയുന്നത് അതിന്റെ എനർജിയും ആക്കി എടുക്കുക. അപ്പൊ ഇങ്ങനത്തെ ഇല്ലസ്ട്രേഷൻ വെച്ചിട്ടൊക്കെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കയറും. അതേപോലെ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ സോഡിയം പൊട്ടാസ്യം പമ്പ്. ഈ കിണറും പൈപ്പും ഒന്നും അല്ല കേട്ടോ ഇതിന്റെ എക്സാമ്പിൾ. ഇതിന്റെ എക്സാമ്പിൾ ഏതാണ്, സോഡിയം പൊട്ടാസ്യം പമ്പ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പം അത് ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന ഓസ്മോസിസ് ആണ്. ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. അതായത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓൺലി ഫോർ വാട്ടർ. ഇവിടെ വാട്ടർ മോളിക്യൂൾ മാത്രമേ ഈ ഒരു പ്രോസസ് വഴി പോവുള്ളൂ. മറ്റ് അയോൺസ് ഒക്കെ ആണെങ്കിൽ ഒന്നും ഓസ്മോസിസ് വഴി പോവില്ല, വെള്ളം മാത്രമേ ഇതിലൂടെ പോവുള്ളൂ. കാരിയർ പ്രോട്ടീൻ ഈസ് നോട്ട് റിക്വയർഡ്. ഇവിടെ മറ്റേതുപോലെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൊക്കെ പറഞ്ഞു ഒരു കാരിയർ പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞു, കൊണ്ടുപോകാൻ ആൾ വേണം. പക്ഷെ ഇവിടെ കൊണ്ടുപോകാൻ ഒരാൾ വേണ്ട. ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇത് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണ് നടക്കുക. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിനെയും അങ്ങോട്ട് കടത്തി വിടുമെന്നില്ല, ചില ആൾക്കാരെ കടത്തി വിടുള്ളൂ. ആ രീതിയിലുള്ള സെമി പെർമിയബിൾ ആണ്, കുറച്ചേ പെർമിയബിൾ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ നോ എനർജി ഈസ് നീഡഡ്. എനർജിയും ആവശ്യമില്ല. ഈ ഒരു ഫിഗറിൽ കാണാം ഈ സൊല്യൂഷൻ പ്യൂർ വാട്ടർ എന്ന് കാണാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് സോൾവെന്റ് സൊല്യൂട്ടൂടും കൂടിയത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഉപ്പുവെള്ളം എടുക്കാം. ഉപ്പുവെള്ളം എന്ന് പറയുന്ന വെള്ളം മാത്രമാണോ ഉള്ളത്, അല്ല, ഉപ്പും ഉണ്ടാവും വെള്ളം ഉണ്ടാവും. പ്യൂർ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് എങ്ങോട്ടാണ് നടക്കുക, വെള്ളം മാത്രം ഉള്ളിടത്തത് പ്യൂർ വാട്ടറിൽ നിന്ന് സൊല്യൂഷനിലേക്കാണ്. കാരണം എന്താ, പ്യൂർ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കുറവാണ് അല്ലെ. അപ്പോൾ കൂടുതലുള്ളിടത്ത് നിന്ന് കുറഞ്ഞുള്ള സ്ഥലത്തേക്കാണ് നടക്കുക ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്തിനു വേണ്ടിയിട്ടാണ്, കാരണം ചിലപ്പോൾ അവിടെ എന്താ സൊല്യൂട്ട് ഉണ്ട്, ഉപ്പുണ്ടെങ്കിൽ ഉപ്പൊന്നും ഇതിലൂടെ പോകാൻ പാടില്ല, വെള്ളം മാത്രമേ ഈ ഒരു കുറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ അവിടെ വെക്കുന്നത് അല്ലെ. അപ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഏതിന്റെ ഹെൽപ്പോട് കൂടി, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കൂടി. ഇവിടെ എനർജി വേണ്ട, അതേപോലെ ഒരു കാരിയർ പ്രോട്ടീൻ വേണ്ട. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഏതാന്ന് വെച്ചാൽ വാട്ടർ അബ്സോർപ്ഷൻ ഇൻ പ്ലാന്റ് റൂട്ട്സ്. നമ്മുടെ പ്ലാന്റ് റൂട്ടുകളൊക്കെ വാട്ടർ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് ഏത് വഴിയാണ്, ഓസ്മോസിസ് വഴിയാണ്. അതായത് കൂടുതലുള്ള സ്ഥലത്ത് നിന്നും കുറഞ്ഞുള്ള സ്ഥലത്തേക്ക്. അതായത് നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം കുറവായിരിക്കും, നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചുറ്റുപാടുമായിരിക്കും എന്ത്, വെള്ളത്തിന്റെ അളവ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ ഒരു വേരുകൾ വഴി ഈ പ്ലാന്റ് എന്താക്കും, കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് എങ്ങോട്ട്, പ്ലാന്റിന്റെ ഉള്ളിലേക്ക് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് എടുക്കും. ഇനി ബാക്കി ഭാഗത്തിന്റെ ഷോർട്ട് നോട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.